എറണാകുളം കളമശ്ശേരി ചേരാനെല്ലൂർ സ്വദേശികൾ അനിശ്ചിതകാല സമരത്തിലാണ്. ചേരാനെല്ലൂർ ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് കുടിയിറക്ക് ഭീഷണി നേരിടുകയാണ് ഇവർ. ഫ്ലൈ ഓവർ നിർമ്മാണം അശാസ്ത്രീയവും ജനവിരുദ്ധവുമാണെന്നാണ് ഇവരുടെ ആരോപണം. ഈ വിഷയമാണ് കവല ഇന്ന് ചർച്ച ചെയ്യുന്നത്. എറണാകുളം കളമശ്ശേരി ചേരാനെല്ലൂരിലാണ് ഇന്ന് കവല എത്തി നിൽക്കുന്നത്. ഇവിടെ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി ഒരു ബട്ടർഫ്ലൈ ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഹൈവേ വികസനത്തിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ റോഡ് വികസനത്തിൻ്റെ പേരിലും നേരത്തെ തന്നെ ഇവിടുന്ന് ഒരുപാട് ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ വീടുകളെല്ലാം നഷ്ടമായിരുന്നു. 200ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ 38 ഏക്കറോളം സ്ഥലം സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ പ്രദേശത്തെ ആളുകളുടെ ഭാഗത്തുനിന്നൊരു പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ തന്നെ നമ്മളോട് നേരിട്ട് പറയുന്നുണ്ട്. നിലവിൽ നിങ്ങളുടെ ഒരു ആശങ്ക എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? തെക്കേ ഇന്ത്യയിൽ രണ്ടാമതായാണ് ഇതുപോലെ ക്ലോവർലി ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന മദ്രാസിലെ എയർപോർട്ടിന് സമീപത്താണ്. അവിടെ അതിനുവേണ്ടി അക്വയർ ചെയ്ത് 9 ഏക്കർ സ്ഥലമാകുമ്പോൾ ഇവിടെ അത് 42 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് നിശ്ചയിച്ചിട്ടുള്ള NHAIയോ അക്വിസിഷൻ ഓഫീസറോ നമ്മളോട് വിശദീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, നഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്ത് പാക്കേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് അടക്കം വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ 181 കുടുംബങ്ങളും 40 കച്ചവട സ്ഥാപനങ്ങളും 2 പള്ളികളും ഒരു അമ്പലവും 400ഓളം രോഗികൾ ദിനത്തേന വന്നു പോകുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലും പൊളിച്ചു മാറ്റി നടത്തുന്ന ഈ ഒരു വികസന പ്രവർത്തനത്തോട് നമുക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി ഇവർ തയ്യാറാക്കിയിട്ടുള്ള ട്രാഫിക് സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ 100% തെറ്റാണെന്ന് പാരലായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ച ശാസ്ത്രീയമായ ട്രാഫിക് സ്റ്റഡി അനാലിസിസ് വെച്ച് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട്. അമ്മയുടെ വീട് പ്രളയത്തിൽ പോയതല്ലായിരുന്നു, ഇപ്പം നിലവിലെ അവസ്ഥ? എൻ്റെ വീട് പ്രളയത്തിൽ പോയതാണ്. ഞാൻ 6 മാസം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വീട്ടിലോട്ട് വരാൻ സാധിച്ചത്. വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഞങ്ങൾ താമസിച്ചിട്ട്. അത് വീണ്ടും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മരിക്കുന്ന ലോഹരിയാണ് ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ബട്ടർഫ്ലൈ പോകുന്നുള്ള ഒരു ഇതിലാണ്. ഇപ്പോൾ ഇവിടുന്ന് 40 ഏക്കറോളം സ്ഥലങ്ങളും 200ഓളം വീടുകളും സർവ്വത്ര ആശുപത്രി, അമ്പലം എല്ലാം. പക്ഷേ ഞങ്ങൾ പോകാൻ തയ്യാറല്ല, ഞങ്ങളോട്ട് പോകുകയില്ല. പിന്നെ എന്തൊക്കെ ഇതിന് ഇതായാലും ഞങ്ങൾ പോകില്ല. ഇപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഒരു പെട്ടെന്ന് വന്നേച്ചും പേപ്പറിൽ കണ്ട് അത് കഴിഞ്ഞ് വന്നേച്ചും ഇങ്ങനെ ഇതിന് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ വയസ്സന്മാരെയും കൊണ്ട് എവിടെ പോകാനാണ്? ഇത് ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ മാറിക്കൊടുക്കൂല. അത്ര ഇപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലൈ ഓവർ എന്നൊക്കെയാണ് അധികാരികൾ പറയുന്നുണ്ടാവുക. അപ്പോൾ വികസനത്തിനോടുള്ള എതിർപ്പാണോ അതോ നിങ്ങൾ ഫ്ലൈ ഓവർ വരുന്നതിനോട് പൂർണ്ണമായ എതിർപ്പാണോ? അത് നിങ്ങളൊരു ആശങ്ക എന്താണ് പൊതുവെ ഈ പ്രദേശത്തെ ആളുകളുടെ? വികസനത്തിനോട് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷേ ഇത്തരമൊരു അനാവശ്യ വികസനം ചേരാനൊരു സിഗ്നൽ പോലെ ഒരു സ്ഥലത്ത് ആവശ്യമില്ല. എടപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ നിരന്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, പകൽ സമയങ്ങളിലടക്കം ഉച്ച സമയങ്ങളിലടക്കം വരെ ഭയങ്കര ട്രാഫിക്കായിട്ട് സിഗ്നലായിട്ട് കിടക്കണം. ഇവിടെ അത്തരമൊരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഈ 40 ഏക്കറോളം സ്ഥലം എടുത്ത് ചെയ്യുമ്പോൾ പല കുത്തക കമ്പനികൾക്കോ അല്ലെങ്കിൽ BOT പോലുള്ളവർക്കൊക്കെ വലിയ രീതിയിൽ ടോൾ വിരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ചേട്ടാ, ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിരുന്നു നിങ്ങൾക്ക്? നഷ്ടപരിഹാരമായിട്ട് അവർ ഇതുവരെ ഒരു കൃത്യത അവർ പറഞ്ഞിട്ടില്ല. അവർക്കൊന്നും അറിയാത്ത വേണ്ടിൽ ഇരുട്ടി തപ്പണ രീതിയാണ് അവർ അവലംബിച്ചിട്ടുള്ളത്. ഇല്ല വിട്ടുതരില്ല, ജനിച്ച മണ്ണും പിറന്ന നാടും പകരം പദ്ധതി ഇല്ലാതെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യും, സമരം തുടരും. അവകാശങ്ങൾ നേടും വരെയും അടിപതറാതെ സമരം ചെയ്യും. ഇവിടുത്തെ ജനങ്ങൾ വലിയൊരു ആശങ്കയിലാണ്. ഇവർ വികസനത്തിനെതിരല്ല, എന്നാൽ നിലവിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ ആവശ്യമില്ലെന്നും ഇത്തരത്തിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുകയാണെങ്കിൽ കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും അവരുടെ ഒരു ആശങ്ക പരിഹരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായൊരു പരിഗണന ഇവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കവല ഇവിടെ അവസാനിക്കും.